ഇന്ന് മലയാളം, തമിഴ്, തെലുങ്ക് ചലച്ചിത്രങ്ങളിലൊക്കെ വളരെയധികം പ്രശസ്തയായ നടിയാണ് ഹണി റോസ്. തൻ്റെ ഗ്ലാമർ കൊണ്ട് ഇത്രയേറെ ജനങ്ങളെ കോൾമേർ കൊള്ളിച്ച ഒരു അതിസുന്ദരി തന്നെയാണ് ഹണി റോസ്. വിനയൻ സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിലാണ് ഹണി റോസ് ആദ്യമായി അഭിനയിക്കുന്നത്. അതിനുശേഷം മുതൽ കനവൈ എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയിച്ചു. ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന ചിത്രത്തിൽ ഹണി റോസ് അവതരിപ്പിച്ച ധ്വനി നമ്പ്യാർ എന്ന കഥാപാത്രം വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചു. ദൈവത്തിൻ്റെ സ്വന്തം ക്ലൈറ്റസ്, 1/2, ഹോട്ടൽ കാലിഫോർണിയ, 5 സുന്ദരികൾ, റിംഗ് മാസ്റ്റർ, ബെഡ്ഡി തുടങ്ങിയ ചിത്രങ്ങളിൽ ഹണി റോസ് അഭിനയിക്കുകയും തൻ്റെ സാന്നിധ്യം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉദ്ഘാടനങ്ങളുടെ താരറാണിയായി വിലസുകയാണ് ഹണി റോസ്. തെറ്റു പറയാൻ പറ്റില്ല. കട ഉടമകളുടെ ആവശ്യം ജനത്തെ കൂട്ടുക എന്നുള്ളതാണ്. ഹണി റോസിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചാൽ ആപാലവൃദ്ധം ജനങ്ങൾ ഈച്ച പൊതിയും പോലെ പൊതിയുമെന്ന് അവർക്കറിയാം. വലിയ അഭിനയസിദ്ധി ഒന്നുമില്ലെങ്കിലും സൗന്ദര്യം അത് വാരിക്കോരി കൊടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആ സൗന്ദര്യം തന്നെയാണ് തൻ്റെ കൈമുതലെന്ന് ഹണി റോസിന് നല്ല പോലെ അറിയാം. കാറ്റുള്ളപ്പോൾ തൂറ്റുന്നു, അത്ര തന്നെ. വീരസിംഹറെഡ്ഡി എന്ന തെലുങ്ക് സൂപ്പർ സ്റ്റാർ ബാലകൃഷ്ണയുടെ സിനിമയിൽ ഡബിൾ റോളിൽ ഹണി റോസ് കസറി തെലുങ്കന്മാരുടെ കണ്ണിലുണ്ണിയായി തീർന്നു. മലയാള സിനിമയായ റിംഗ് മാസ്റ്ററിലെ ദിലീപിൻ്റെ നായികയായി നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു. 2025 ജനുവരി 10 ഹണി റോസിൻ്റെ ഒരു പാൻ ഇന്ത്യൻ ചിത്രം റിലീസിങ്ങിൻ്റെ പണിപ്പുരയിലാണ്. ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. റേച്ചൽ എന്നാണ് സിനിമയുടെ പേര്. ടീസർ ഇറങ്ങി ഗംഭീര സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. 5 ഭാഷകളിലെയും ടീസർ കണ്ട് പ്രേക്ഷകർ അത്ഭുതപ്പെട്ടു, പ്രത്യേകിച്ച് തെലുങ്കർ. അവിടെ ഹണി റോസിന് ധാരാളം ആരാധകരുണ്ട്. റേച്ചൽ എന്ന ഈ സിനിമ ഒരു ഭാഗ്യമായാണ് ഹണി റോസ് കാണുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ 100% ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ ഏറ്റവും മികച്ചത് തന്നെ നമ്മെ തേടിയെത്തും. ഈ സിനിമ അങ്ങനത്തെ ഒന്നാണ്. ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സിനിമയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു എന്നാണ് ഹണിയുടെ അഭിപ്രായം. ആനന്ദിനി ബാലയാണ് റേച്ചൽ സംവിധാനം ചെയ്യുന്നത്. ഒരുപാട് പാഷനോടെ കാണുന്ന ഒരു ജോലിയാണ് സിനിമ അഭിനയം. പക്ഷേ ഇതുവരെ സ്ത്രീ പ്രാധാന്യമുള്ള ഒരു സിനിമ ഹണി റോസിന് ലഭിച്ചിട്ടില്ല. റേച്ചൽ വളരെ ഓമനിച്ച് വളർത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. സാഹചര്യം കാരണം ഇറച്ചി വെട്ടുകാരിയായി മാറി. സാധാരണ ഏത് സിനിമയായാലും കഥാപാത്രത്തെ കാണുമ്പോൾ എന്നെപ്പോലെ തന്നെ ഇരിക്കും. പക്ഷേ റേച്ചൽ തികച്ചും വ്യത്യസ്തയാണ്. ഇറച്ചി വെട്ടി ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാണ് കഥാപാത്രം ചെയ്തത്. സഞ്ചരിക്കുന്ന വഴിയിൽ എവിടെ ഇറച്ചിക്കട കണ്ടാലും അവിടെ നിർത്തി അവർ ചെയ്യുന്നത് പോലെ കണ്ടു പഠിക്കുമായിരുന്നു. റേച്ചലിനോട് എനിക്ക് വൈകാരികമായ ഒരു അടുപ്പം തന്നെയുണ്ട് എന്ന് ഹണി പറഞ്ഞു. ഏറെ വയലൻസും രക്തച്ചൊരിച്ചിലും നിറഞ്ഞ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഹണി റോസിൻ്റെ റേച്ചൽ എന്ന സിനിമ. വളരെ നല്ലൊരു സിനിമ അനുഭവം ഹണി റോസ് റേച്ചലിലൂടെ നമുക്ക് തരുമെന്ന് പ്രത്യാശിക്കാം. അതിന് ജനുവരി 10 വരെ കാത്തിരിക്കണം. ഹണി റോസിന് എല്ലാവിധ ഭാവുകങ്ങളും ജി പീസ് മീഡിയ നേർന്നുകൊള്ളുന്നു.